ഞാനതിന് ഇന്നലെ മറുപടി പറഞ്ഞതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം, അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. ആ സമ്മേളനത്തിൽ രണ്ട് മുഖ്യമായ അജണ്ടകൾ ചർച്ച ചെയ്യാം. ഒന്ന്, എല്ലാ സംസ്ഥാനത്തുമുള്ള SSK ഫണ്ടുകളുടെ റിവ്യൂ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ സംബന്ധിച്ച റിവ്യൂ, അതിലെ സജഷൻസ്, അതിലെ ഭാവി പ്ലാനിംഗ്, ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന PM പോഷൻ, നമ്മളിപ്പം നൽകുന്ന ഉച്ചഭക്ഷണ പരിപാടി, അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുത്ത് ഇപ്പോൾ 8ാം ക്ലാസ് വരെ കൊടുക്കുന്നത് 12ാം ക്ലാസ് വരെ കൊടുക്കാനുള്ളൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാനുള്ള യോഗമാണ്. ആ യോഗം അവിടെ ശ്രീ സുബ്രഹ്മണ്യ ഹാള്, അതിൽ സംഘടിപ്പിച്ചൊരു യോഗത്തിലാണ് നമ്മൾ പോയത്. അല്ലാതെ ഒരു കൂടിക്കാഴ്ചക്ക് അനുമതി ചോദിച്ച് ഈ സമയത്ത് കൂടിക്കാഴ്ചക്ക് പോയതല്ല. പറയട്ടെ, എങ്ങനെ എന്തുന്നയിക്കാൻ കഴിയും? എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാർ ആ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. കേരളത്തിലെ നമുക്ക് കിട്ടാനുള്ള 1500 കോടിയുടെ കുടിശ്ശിക, അത് തരാത്തത് കൊണ്ടുള്ള പ്രതിസന്ധികൾ നമ്മൾ വിശദീകരിച്ചു. 10-12 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി, വിശദീകരിച്ചു. അപ്പോൾ ആ ഫണ്ട് എത്രയും പെട്ടെന്ന് നൽകണമെന്നും ആ ഫണ്ട് PM ശ്രീയുമായി കൂട്ടിക്കുഴക്കരുതെന്നും, രണ്ടും രണ്ടാണെന്നും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ PM പോഷണുമായി സഹകരിക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ സന്നദ്ധത അറിയിച്ചു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വലിയ കോടികളുടെ കുടിശ്ശിക ലഭിക്കാനും അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതേ സമയത്താണ് ഈ ഇഷ്യൂ നടക്കുന്നത്.